ടെറസിന്റെ മുകളിലേക്ക് കയറി വാ. നമുക്ക് കുറെ നാളായില്ലേ ഇതിന്റെ മുകളിലേക്ക് കയറിയിട്ട്. മഴ കാരണം കൊണ്ട് ചവിട്ടി നടക്കാൻ പറ്റില്ല, വഴുക്കണ ആനയുണ്ട്. ഇനിയിപ്പോ 2 വെയിൽ കണ്ടപ്പോ ഒന്ന് കയറാന്ന് വിചാരിച്ചതാണ് അന്ന്. നമ്മുടെ ഓറഞ്ചൊക്കെ എന്ത് പരിവായിരുന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കയറിയത്. ഇതാണ് നമ്മുടെ ഓറഞ്ച്. ഇതിന്റെ പോട്ടില് ഇത് പോട്ടാണ് കേട്ടാ. ഇത് ആർക്കും ട്രൈ ചെയ്യാവുന്നുള്ളൂ. ഇത് നമുക്ക് ആർക്കും വേണമെങ്കിലും ചെയ്യാം. എയർപോർട്ട് എയർ കയറാൻ വേണ്ടി ഇത് നിറയെ ഓട്ടകളാണ്. ഇത് നമുക്ക് ഇത് മേടിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ കിട്ടും. തൈ മേടിക്കുന്നിടത്ത് തന്നെ ഇത് ഉണ്ടാവും. അവിടെ നിന്ന് മേടിക്കാം, ചെറിയ പൈസ ഉള്ളൂ. പിന്നെ വെള്ളമൊന്നും കെട്ടി നിക്കില്ലല്ലോ. വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ അതിന് ആവശ്യമുള്ള വെള്ളം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പുറത്തേക്ക് പൊക്കോളും. പിന്നെ വളം ഇട്ട് കൊടുക്കണത് ചോറും കുറച്ച് മണ്ണും പിന്നെ വേപ്പ് പിണ്ണാക്ക്, ചാണകപ്പൊടി, നല്ല ഉണക്ക ചാണകപ്പൊടി ഒക്കെ ചകിരി ഒക്കെ ഇട്ട് ഒരു തണുപ്പിന് വേണ്ടിട്ട് അങ്ങനെ ഇട്ട് പൊതയിട്ട് വെച്ച വളം ഇട്ട് കൊടുക്കണതേ ഇതിന്റെ സൈഡിൽ കൂടെ ഇട്ടുള്ളൂ. കടോട് ചേർത്ത് ഇടാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ കുറേശ്ശെ ഇട്ട് കൊടുക്കുള്ളൂ. ഇപ്പൊ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇടില്ല കേട്ടോ. ഓരോ പിടിയാണെങ്കിലും 2-3 ദിവസം എത്തിട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കുള്ളൂ. ഇതിന് അത്രയ്ക്കും ഇതില്ലല്ലോ, അകലില്ലല്ലോ. അതുകൊണ്ട് നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഇതാണ് ഓറഞ്ച്. നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല എന്ന് പറയും, പക്ഷെ നമ്മുടെ പിന്നെ അതെ ഇവിടെ ഇവിടെ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ നോക്കൂ, ഇതിപ്പോ ആദ്യത്തെ ട്രിപ്പ് അല്ലേ ഉണ്ടാക്കണത്. ഇനിയിപ്പോ 2 വർഷം കഴിഞ്ഞ തയ്യാണിത്. അപ്പൊ ഇച്ചിരി കൂടിയ തൈ മേടിക്കാം. ചെറുത് മേടിച്ചാൽ കുറെ കാലം നിൽക്കേണ്ടി വരും. കായ്ക്കാറായത് മേടിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അധികം നാള് പരിപാലിക്കണ്ട. അപ്പോഴേക്കും കായ്ഫലം നമുക്ക് കിട്ടി തുടങ്ങും. പിന്നെ സൂഡോമോണസ് കലക്കി ഒഴിക്കൂട്ടാ, വേര് ചെയ്യല് എല്ലാം വേര് ചെയ്യാതിരിക്കാനായിട്ട്. പിന്നെ കുഞ്ഞിക്കായ ചെറിയ കായകളുണ്ട്. വലുത് ആവണയോട് കൂടി തന്നെ ചെറുത് ഇടയ്ക്ക് തന്നെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മളെ കഞ്ഞിവെള്ളം കുളിപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഞങ്ങള് കുഞ്ഞി കായായിരുന്ന സമയത്ത് സ്പ്രേ ചെയ്തപ്പോ അതൊന്നും കൊഴിഞ്ഞു പോയില്ല. അപ്പൊ കായ കൊഴിയില്ല. അതാണ് എല്ലാവർക്കും ചെയ്യാവുന്നുള്ളൂ. നമ്മുടെ നാട്ടില് പിന്നെ വെള്ളം കെട്ടി നിക്കാൻ പാടില്ല. ഇപ്പൊ ഇങ്ങനത്തെ അല്ല, നമ്മളിപ്പം ഇതുപോലെ ഡ്രമ്മിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഹോൾ ഇട്ട് കൊടുക്കണം. വെള്ളം ഒട്ടും കെട്ടി നിക്കാത്ത വാർക്കപ്പുറത്ത് വെള്ളം കെട്ടാണ്ട് സ്ലോപ്പില് പരിപ്പിന് ഇട്ട് കഴിഞ്ഞാല് ഒരു തുള്ളി വെള്ളം കെട്ടിയിട്ടില്ല. എന്താ വെച്ചാൽ മഴ പെയ്താലും നമുക്ക് ഇവിടെ കയറാൻ ഒത്തിരി ബുദ്ധിമുട്ടാവും. ഇങ്ങനെ വലിച്ച് ആ പൈപ്പിൽ കൂടെ പുറത്തേക്ക് വെക്കോളൂ. വേറെ ഉണ്ട് കേട്ടാ ഓറഞ്ച് തൈ. ഇത് മേടിച്ചിട്ട് ഇപ്പൊ അധികമായിട്ടില്ല, ഒരു 6 മാസമൊക്കെ ആയിട്ടുള്ളൂ. ബാരി സ്വീറ്റ് എന്ന് പറയും, മാൾട്ട ഓറഞ്ച്. ഇത് നമ്മള് മിറാക്കിൾ ഫാം ഹൗസ് കറുകുറ്റിയിലുള്ളത്, അവിടെ നിന്ന് മേടിച്ചത്. ഓറഞ്ചിനോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റാ. വേറെ തൈ ഉണ്ട്. ആ തൈ മേടിച്ചപ്പോ വേറെ 2 കൂടെ വെച്ചോട്ടാ. ഇത് വെള്ളം കൂടി കുടിക്കുന്നത്. അത് പക്ഷെ ഇപ്പൊ ചെറുതായി, ഇടയ്ക്ക് കൊഴിയണുണ്ട്. അതെന്നും ഉണ്ടാവൂട്ടാ. ഇതെല്ലാ ദിവസവും ഉണ്ടാവും. അപ്പൊ ആരെങ്കിലും ഒരാള് വന്ന് നമുക്ക് ഇത്ര ഉള്ളതായാലും ഒരു സന്തോഷ വെള്ളം കൂട്ടി കൊടുക്കാനായിട്ട്. പിന്നെ കൂട്ടത്തില് പയറൊക്കെ നട്ടുണ്ട് മാവിന്റെ കിടക്കേ. മറ്റേ ഓറഞ്ച് നനച്ചു കൊടുക്കാം. ഇത് ഈ പ്രാവശ്യം കായ്ക്കുന്നു വിചാരിക്കുന്നത്. നല്ല ഉയരം വെച്ചു. ഇത് മഴ സമയത്ത് വെട്ടിക്കളയണം, മഴ മാറിയിട്ട്. ഇത് മാൾട്ട ഓറഞ്ചാണ്, അങ്ങനെ പറഞ്ഞ് നമ്മള് മേടിച്ചത്. പച്ചയില് മധുരമുള്ളത്. ഇതുപോലെ കടവണ്ണുള്ള തൈ നോക്കി മേടിക്കണം. അപ്പൊ വേഗം വളർച്ച ഉണ്ടാവും. ഇനിയിപ്പോ അടുത്ത തവണ കായ്ക്കാനുള്ള എല്ലാ ഇതൊക്കെ നന്നായിട്ട് കട വലുതായിട്ടാ. ഇതൊക്കെ നന്നായിട്ട് വലുതായിട്ടുണ്ട്. ഇതുണ്ടാവുന്ന വിചാരിക്കാം അടുത്ത പ്രാവശ്യം. ചെറിയൊരു പൊടിവളം. പിന്നെ നമ്മള് ഈ ഉറുമ്പൊക്കെ വരാതിരിക്കാനായിട്ട് പാൽക്കായം മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യും. പിന്നെ കായ കൊഴിയാണ്ടിരിക്കാനായിട്ട് കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്യും. ഇതൊക്കെയാണ് നമ്മുടെ ഓറഞ്ചിന്റെ വിശേഷങ്ങള്.